കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാ നമ്മൾ ഇന്ന് ഈ 3 വെജിറ്റബിൾ വെച്ചിട്ട് നല്ലൊരു ഉഗ്രൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടി തയ്യാറാക്കാൻ പോവാം കേട്ടോ. ഇത് 3 ചേർന്ന് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ആദ്യം തന്നെ കോവയ്ക്ക് എടുത്തിട്ട് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം, ഏറ്റവും നൈസായിട്ട് അരിഞ്ഞെടുക്കാം. എന്നിട്ട് വഴുതനങ്ങയും പിന്നെ നമ്മുടെ പീച്ചിങ്ങയും എടുത്തിട്ട് ഏകദേശം 1 ഇഞ്ച് അളവിലുള്ള ഇതുപോലുള്ള കഷ്ണങ്ങളാക്കി എടുത്താൽ മതിയാവും. എന്തെന്നാലും നമ്മുടെ കോവയ്ക്കൊക്കെ നല്ല വേവുള്ളതാണ്, ഇത് രണ്ടും അത്രയ്ക്ക് അങ്ങോട്ട് വേവില്ല. അപ്പോൾ അതനുസരിച്ചിട്ടാണ് കഷ്ണങ്ങൾ ചേർക്കുന്നത്. പാനടപ്പത്ത് വെച്ച് ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. എന്നിട്ട് അതിലേക്ക് അരക്കപ്പ് അളവിൽ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള സവാള കൂടി ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതുകൊണ്ട് തന്നെ 1.5 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് ചേർക്കാം. മുളകിൻ്റെ കുത്തലൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് ആദ്യം തന്നെ ചേർക്കേണ്ടത് നമ്മുടെ കോവയ്ക്ക ചെറുതായി അരിഞ്ഞു വെച്ചില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ഇതിന് നല്ല വേവുള്ളതാണ്. അപ്പോൾ അത് ആദ്യം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ഈ കോവയ്ക്കയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്തേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു മൂടി വെച്ച് അടച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോഴേക്കും കോവയ്ക്കയുടെ വേവ് ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും 1/4 ഭാഗം വരെയൊക്കെ വെന്തിട്ടുണ്ടാവും. മറ്റ് വെജിറ്റബിളിനൊക്കെ അത്രയ്ക്ക് വേവില്ലാത്തതുകൊണ്ടാണ് ഇത് ആദ്യം തന്നെ വേവിച്ചെടുക്കുന്നത്. മുഴുവനായിട്ടല്ല, ഒരു 1/4 ഭാഗം വേവിച്ചാൽ മതിയാവും. ഈ ഒരു അളവിലേക്കൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒന്ന് ഒതുങ്ങി വരും മസാലയായിട്ട്. ആ ഒരു ടൈം ആകുമ്പോൾ ഇത് ഒരു പകുതി വെന്ത് 1/4 ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റും വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുക്കാം. പീച്ചിങ്ങയും പിന്നെ വഴുതനങ്ങയും ഇതൊക്കെ ഇട്ട് ചൂട് കയറി കഴിഞ്ഞാൽ ആവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇട്ട വെജിറ്റബിളിലൊന്നും മസാല ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് ഈ വെജിറ്റബിളിൽ ഇപ്പോൾ ഇട്ടതിലേക്ക് വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് അഡീഷണൽ ആയിട്ട് കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ച് അടച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 4-5 മിനിറ്റ് കൂടി വെക്കാം. അതിനിടയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിം തന്നെ വയ്ക്കണം, അടി പിടിക്കാതെ നോക്കാം. പിന്നെന്താന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കരുത്. ഈ ആവിയിലിരുന്ന് ആവി വെള്ളത്തിലും വെജിറ്റബിളിൻ്റെ വെള്ളത്തിലും കൂടി തന്നെ ഇരുന്നിട്ട് തന്നെയാണ് ഇത് കുക്കായി എടുക്കേണ്ടത്. അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് ഇതിങ്ങനെ ഇതുപോലെ ഇങ്ങനെ കുഴഞ്ഞ് വരുന്ന പരുവാകുമ്പോഴേക്കും കറക്റ്റായിട്ടുണ്ടാവും കേട്ടോ. ആ ഒരു അവസ്ഥയിലാണ് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഓവറായിട്ട് കുക്കായിട്ടുണ്ടാവില്ല, ഒരു കുഴഞ്ഞ രീതിയിലേക്ക് വരും. ഈ ഒരു അളവിൽ വരുമ്പോഴേക്കും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഓഫ് ചെയ്യാം. സംഭവം റെഡിയായി. ഭയങ്കര ടേസ്റ്റുള്ളൊരു മെഴുക്കുവരട്ടി ആട്ടോ ഇത്. ഇത് 3 കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വൈറ്റ് റൈസിൻ്റെ ഒപ്പം കൂടെ കുറച്ച് തൈരൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ പ്രത്യേകിച്ചൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്തോളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ചോറൊക്കെ പാക്ക് ചെയ്യുമ്പോഴും അല്ലാതെയും ഒക്കെ കഴിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും ഭയങ്കര ടേസ്റ്റാട്ടോ. അപ്പോൾ ഞാൻ അടുത്തൊരു തകർപ്പൻ വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ ഇരിക്കുന്നുണ്ട്. അത് വ്ളോഗായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.